നമസ്കാരം, എൻ്റെ പേര് ശ്രാവണ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കാട്ടാക്കടയിലെ മത്സ്യകന്യകയുടെ ലോകത്താണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് എന്തായാലും അതൊന്ന് പോയി കണ്ടു നോക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. മത്സ്യകന്യകയുടെ അത്ഭുത ലോകം കാണുവാനായിട്ട് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് അകത്തേക്ക് കയറാം. നമ്മളിവിടേക്ക് കയറി വരുമ്പോൾ തന്നെ വിവിധ ഇനം പക്ഷികളാണ്, വിലയേറിയ പക്ഷികളാണ് ഉള്ളത്. അതുപോലെ തന്നെ തത്തകളും കോഴികളും എല്ലാം വളരെ രസകരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ എന്തൊക്കെയുള്ളത്? നമ്മുടെ കയ്യിലുള്ളത് 2 ബോൾ പേത്തനുണ്ട്, മക്കാവുണ്ട്, കൺകുണർ കിടപ്പുണ്ട്, ഇഗ്വാന കിടപ്പുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഫിഷസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഷോയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം ഇവിടുത്തെ മത്സ്യകന്യക തന്നെയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. ഷാഹിദ് ഫർണിച്ചറിൻ്റെ ഇതാണ്. മലപ്പുറമാണ് ഇതിൻ്റെ ഓഫീസ്. പ്രോസസ്സിംഗ് ഓഫീസും ഫാക്ടറി എല്ലാം അവിടെയാണ്. ഓപ്പണായ എല്ലാ ട്രേഡ് ഫെസ്റ്റുകളും ഇവിടെ 60% ഓഫറിനാണ് ഈ സാധനം. ജനുവിനാണ് പ്രൊഡക്റ്റുകളെല്ലാം. 10 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി, തേക്കിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും തമ്മിൽ കൊടുക്കുന്നുണ്ട്. ഫർണിച്ചറിൽ എന്തെല്ലാം ഐറ്റം ഉണ്ടോ അതെല്ലാം ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു 3-4 പിന്നെ ബെഡ്റൂം സെറ്റുകൾ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സോഫ സെറ്റുകൾ, ഡൈനിങ് ടേബിളുകൾ, ഇതെല്ലാം ഒരു ബിഗ് റേഞ്ച് തന്നെയുണ്ട്. ഇവിടെ സാമ്പിൾ ഇട്ടിട്ടേക്കാണ്. എന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇപ്പം വാങ്ങിക്കുന്ന സാരികൾക്ക് അതിന് വീതിയോ നീളമോ കൂട്ടമോ വേറെ എന്തെങ്കിലും നിങ്ങൾ ഈ വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കുക
അവരുടെ ഇഷ്ടം, കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. അത്യാവശ്യം നല്ല വിലക്കുറവിൽ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ കത്തികളൊക്കെ എവിടുന്നാണ് ഈ വരുന്നത്? ഇത് പാലക്കാട് നിന്നാണ്. പാലക്കാട് നെന്മാർ എന്ന് പറയുന്ന കത്തിലാണ്. ഏറ്റവും മുറിച്ചുള്ള കത്തിയിലാണ്. വാള് കത്തിയുണ്ട്, ബെൽറ്റ് വാളുണ്ട്, അർക്ക വാളിൻ്റെ കത്തിയുണ്ട് 40. പിന്നെ ഉരുക്കിൻ്റെ കത്തിയുണ്ട്. ഇതൊക്കെ ഓയിൽ ടെമ്പർ ചെയ്ത് വരുന്ന കത്തിലാണ്. രാഗണ്ട ഇത് ഉപയോഗിക്കുന്നവർ മൂർച്ച കൂടും. പിന്നെ ഇരുമ്പിച്ചടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം മയക്കിയതാണ്. എല്ലാം സീസൺ ചെയ്ത് പറഞ്ഞതാണ്. അടി പിടിക്കുകയോ ഒട്ടി പിടിക്കുകയോ ഒന്നും ചില കഴിവിൻ്റെ പരമായി നോൺ സ്റ്റിക്കൊക്കെ ഒഴിവാക്കുക. നോൺ സ്റ്റിക്കൊക്കെ വന്ന് ടെഫ്ലോൺ കോട്ടിങ്ങാണ്. ആ കോട്ടിങ്ങൾ വൈൻഡാ ചെന്ന് കഴിഞ്ഞാൽ അത് വിഷമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് നോൺ സ്റ്റിക്കിനെ കുറിച്ച് അറിഞ്ഞ് ഇരുമ്പിലോട്ട് മാറിക്കഴിഞ്ഞു. കഴിവിൻ്റെ പരം നോൺ സ്റ്റിക്കൊക്കെ ഒഴിവാക്കുക. എല്ലാം ഇരുമ്പാണ്, സീസൺതാണ്. മാക്സിമം വില കുറച്ചാണ് കൊടുക്കുന്നത്. നിങ്ങളതിനെ മയക്കിയെടുക്കണ്ട. ഗ്യാസ് സേഫ്റ്റിയുടെ സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനെ പറ്റിയുള്ള കൂടുതൽ അറിവിനായി ഇവരുടെ തന്നെ ചോദിച്ചു നോക്കാം. സാധാരണ ഒരു റെഗുലേറ്ററാണ്. ഒരു ലീക്കേജ്, ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ അളവ് അറിയില്ല. ഇതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ അളവ് അറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ഗ്യാസ് നമുക്ക് സേഫാണ്. കാരണം ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു വാഷറുണ്ട്. ഏജൻസി ഭാരത് ആയാലും ഇന്ത്യൻ ആയാലും HB ആയാലും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് സേഫാണ്. അതായത് വാർത്തയായിട്ട് ഇങ്ങനെ വെക്കാം, ഇത് ഓൺ ചെയ്യുക, ഗ്യാസ് പുറത്തു വരില്ല. ഇതിൻ്റെ മേളിലാണ് നമ്മുടെ സാധാ റെഗുലേറ്റർ വെക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ കണക്ഷൻ കൊടുക്കാം. നമ്മൾ വർഷങ്ങളായിട്ട് സിലിണ്ടർ ഉപയോഗിക്കാം. നമുക്ക് ഇതുവരെ ഇത് കുറ്റിയിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് അറിയില്ല. മീറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഈ കുറ്റിയിലുള്ള ഗ്യാസിൻ്റെ അളവാണ്. ഫുള്ള് കാലിയാകുമ്പോൾ റെഡിൽ വരും. പിന്നെ നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ കുട്ടികളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കാറ്റടിച്ചതുപോലെ അണഞ്ഞു പോകും. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന 70% ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് വരും. ഇതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യത്തില്ല. ബർണറിൻ്റെ ഉള്ളിലേ നിൽക്കുള്ളൂ. പുറത്തേക്ക് വന്നൊരു അപകടം ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താണ് 30% ഗ്യാസ് നമുക്ക് സേവിങ്സ് ആണ്. അതാണ്ടോ ഇപ്പോൾ അണഞ്ഞിട്ട് 1 സെക്കൻഡ്. കാരണം ഇത് പ്രഷർ വേരിയേഷനാണ്. ഫ്ലെയിം ഉണ്ടെങ്കിൽ നോർമലി ഗ്യാസ് പുറത്തോട്ടാണ്ടോ ആദ്യമായി കത്തുന്ന പോലെ കത്തും. നമ്മുടെ വീട്ടിലാണെങ്കിൽ തീ ആളിക്കത്തും കണ്ടോ. ആദ്യമായി കത്തുന്നത് പോലെ കത്തത്തോടുക. ഇനി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂബ് ഇളവേ മുറിയെ ചെയ്ത് ലൈവായിട്ട് ഞാൻ ട്യൂബ് ഇളക്കണം. മീറ്റർ ശ്രദ്ധിക്കാം. മീറ്റർ നോക്കാം, അത് ബ്രേക്കായി. ഗ്യാസ് വരുന്നുണ്ടോ നോക്കി. ഇല്ല, ഒരു തുള്ളി ഗ്യാസ് പോലും പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലോ ഇതുപോലെ ഒരു തീപിടുത്തം ഉണ്ടായാൽ 1 സെക്കൻഡ് മതി. നമ്മുടെ ആഡംബര ജീവിതം കിച്ചണിലാണ്. കാരണം വലിയ സിലിണ്ടറാണ്. നമ്മളെ വീട്ടിൽ പെണ്ണുങ്ങൾക്കൊന്നും എടുത്ത് പുറത്തേക്ക് എറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സേഫ്റ്റിയാണ്. ഗ്യാസിൻ്റെ അപകടം. ഒരു ബ്രേക്കർ, നമ്മൾ കറണ്ട് അടിക്കാതിരിക്കാൻ നമ്മളൊരു ബ്രേക്കർ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് നമുക്ക് സേഫ്റ്റി ഡിവൈസാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊർജ്ജമിത്ര സ്റ്റാളിലാണ്. എന്താണ് ഈ ഊർജ്ജമിത്ര എന്നുള്ളത് നമുക്ക് ഇവിടെ നിൽക്കുന്ന ആളോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ സോളാർ ബേസ്ഡ് കമ്പനിയാണ്. ഇതിൽ നമ്മൾ 78,000 സബ്സിഡിയിൽ വീടുകളിൽ സോളാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പം ലോൺ അവൈലബിൾ ആണ്.
നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള SBI, കാനറ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുള്ളൂ. വീടില്ലാത്ത ലോണാണ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പം ചെയ്യുന്നത് പ്രീമിയം മോഡൽ ആയിട്ടുള്ള സോളാർ സിസ്റ്റമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം പലതരത്തിൽ പല ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ക്വാളിറ്റിയിലാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്വാളിറ്റി നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ക്വാളിറ്റിയിലാണ്. ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് നമ്മളിപ്പോൾ അദാനി പാനലാണ്, ടോപ്കോൺ ടെക്നോളജി പാനൽസാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഏകദേശം 30 ഇയേഴ്സിൻ്റെ വാറണ്ടി വരുന്നുണ്ട്. ഇൻവെർട്ടറിന് ഏകദേശം നമ്മളൊരു 10 ഇയേഴ്സിൻ്റെ 1 സൈറ്റ് വാറണ്ടിയുള്ള ഇൻവെർട്ടേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളെ സ്റ്റാളുമായിട്ട് വരിക. സ്റ്റാളിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് സംസാരിക്കാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 859 3027 929. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫുഡ് സ്പോട്ടിലാണ്. വിവിധ തരത്തിലുള്ള രുചികരമായതും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. കോളിഫ്ലവർ, ബജ്ജികൾ, ഫ്രഞ്ച് ഫ്രൈസ്, സ്പ്രിംഗ് പൊട്ടറ്റോ, ഡ്രം സ്റ്റിക്ക്, ബ്രോസ്റ്റഡ്, ബർഗർ, കട്ടൻ ചായ, ഐസ് ഗോള, ഐസ് വരത്തി, ഫ്രഷ് ജ്യൂസ് എന്നിവ പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ ഞാനിപ്പോൾ കുടിക്കുന്നത് ഐസ് ഗോള എന്ന് പറഞ്ഞ ഭക്ഷണ പദാർത്ഥമാണ്. നല്ല ടേസ്റ്റാണിത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു.